ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ മൊബൈൽ നമ്പർ പല സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നാം പങ്കുവച്ചിരിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ അല്ലെങ്കിൽ നാം തന്നെ മരണപ്പെടുകയാണെങ്കിൽ ആ മൊബൈലിലേക്ക് വരുന്ന സന്ദേശങ്ങളുടെ എണ്ണം ഒന്നും രണ്ടുമല്ല. ആ സന്ദേശങ്ങൾ എങ്ങനെയുള്ള സന്ദേശങ്ങളായിരിക്കും? എന്തായിരിക്കും സന്ദേശങ്ങൾ? കണ്ടോളൻസസ്, ആദരാഞ്ജലികൾ, പരേതാത്മാവിന് ആദരാഞ്ജലികൾ നേരുന്നു. ഇങ്ങനെയുള്ള നല്ല പ്രഗത്ഭമായ വാക്കുകളാണ് സന്ദേശമായി അനുശോചനമായി ആ മൊബൈൽ എത്തിച്ചേരുന്നത്. നൂറുകണക്കിന് അനുശോചനങ്ങൾ ആ മൊബൈൽ നമുക്കെത്താം. പക്ഷേ ഇതാര് കാണും? ചിലപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് മരിച്ചെന്നിരിക്കട്ടെ, ആ വ്യക്തി മറ്റൊരാൾക്ക് മൊബൈൽ പാസ് ചെയ്തില്ലെങ്കിൽ ആ മൊബൈലിൻ്റെ ഓപ്പൺ ചെയ്യാനുള്ള കീ മറ്റുള്ള ആൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മെമ്പേഴ്സ് ആരാണ് അയച്ചത് അവരൊന്നും അവരുടെ ബന്ധുക്കൾക്ക്, മക്കൾക്കോ ഭാര്യയ്ക്കോ ആർക്കും അറിഞ്ഞുകൂടെങ്കിൽ ഈ മെസ്സേജ് അയച്ചിട്ട് എന്താ കാര്യം? അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ ദുഃഖത്തിൽ പങ്കെടുത്തു എന്നുള്ള ഒരു കാര്യം മാത്രമാണ് അതിൽ പറയുന്നത്. പക്ഷേ ഇതറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളാണ്. കുറച്ച് പേരെ അറിയാമായിരിക്കാം, അറിയാത്തതോ? ബന്ധുക്കൾക്ക് അറിയാമെങ്കിൽ ഇന്ന ആളായിരുന്നു, അദ്ദേഹമാണ് ഈ സന്ദേശം അയച്ചത് എന്ന് ചിലപ്പോൾ പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ തന്നെ ഇപ്പോഴത്തെ നിലപാടനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഓരോരുത്തരും നോക്കുന്ന ആരൊക്കെ ആ മരണക്രിയയിൽ പങ്കെടുത്തു എന്നുള്ളത് കൂടി രൂക്ഷമായി നോക്കുന്നവർ ധാരാളം പേരുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് അയക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അതിനേക്കാൾ ഉപരി മരണസമയത്ത് അയാളുടെ വീട്ടിൽ പോകുന്നതായിരിക്കും നല്ലത്. അതിനേക്കാൾ ഉപരി ജീവിച്ചിരിക്കുമ്പോൾ പോയി കാണുന്നതായിരിക്കും നല്ലത്. പക്ഷേ പെട്ടെന്നുള്ള മരണം നമുക്കങ്ങനെ പറയാൻ പറ്റുകയില്ലല്ലോ. എന്നിരുന്നാലും അവരുടെ കുടുംബാംഗങ്ങളോട് വെറും ആദരാഞ്ജലികൾ എന്ന് പറയാതെ, ഞാൻ ഇന്ന ആളാണ്, ഇദ്ദേഹവുമായി ഞാൻ പല സ്ഥലങ്ങളിലും വർക്ക് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഒരു സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞതിൽ വളരെയധികം ഖേദമുണ്ട്. എനിക്ക് ചിലപ്പോൾ നിങ്ങൾ കുടുംബാംഗങ്ങൾ ചിലപ്പോൾ അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ടില്ലായിരിക്കാം, അല്ലെങ്കിൽ അറിഞ്ഞുകൂടായിരിക്കാം. എന്നിരുന്നാലും എൻ്റെ ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടതിൽ എനിക്കൊരു വേദനയാണുള്ളത്. ആ ഈ കുടുംബത്തിനുണ്ട്. ആ കുടുംബത്തിലുള്ള ആ വേദനയിൽ ഞാനും പങ്കുചേരുകയാണെന്ന് വളരെ ഭംഗിയായിട്ടൊരു 3-4 സെൻറ്റൻസ് എഴുതുകയാണെങ്കിൽ ഈ മരിച്ച ആളിൻ്റെ ബന്ധുക്കളോ മക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും തുറന്നു നോക്കിയാൽ ആരാണ് ഇത് അയച്ചത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടേ ഗുണമുള്ളൂ. അല്ലാതെ ഒരാൾ മരിച്ചു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അയാളുടെ നമ്പർ നോക്കി ആദരാഞ്ജലികൾ, കണ്ടോളൻസസ്, എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് തോന്നുന്നുണ്ടോ?